വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ഹാ ഡിസൈൻസ്. ഇവിടെ ഇൻ ഹൗസ് പ്രൊഡക്ഷനിലുള്ള ഒരു സിംഗിൾ ഡ്രസ് കണക്കത്ത്, അതായത് അല്ലെങ്കിൽ എന്താ പറയുക, ഒരു എയർലൈൻ ടോപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇതൊരു ഇൻഡോ വെസ്റ്റേൺ ലോങ് ടോപ്പാണ്. സൈഡിൽ ഇതുപോലെ തന്നെ ടൈ ചെയ്ത് വെക്കാൻ, ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ത്രെഡ് കെട്ടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് ഫുള്ളി ഓപ്പണബിൾ ആയിട്ടുള്ള ബട്ടൺ ആണ്. അപ്പോൾ എന്താ പറയുക, സെന്റർ പ്ലാക്കറ്റ് കൊടുത്തിട്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. സൈഡിൽ ഇതേപോലെ തന്നെ സ്ലിറ്റ്സ് വരുന്നുണ്ട്. സോ സൈഡ് സ്ലിറ്റ് വരുന്നുണ്ട്, ഫ്രണ്ട് സ്ലിറ്റ് വരുന്നുണ്ട്. സൈഡിൽ സ്ലിറ്റ് വരുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഇതൊരു ബോട്ടം ഇട്ട് വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. പക്ഷെ ഇതൊരു നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സമ്മർ വെയർ ആണ്. നമ്മളൊരു വെക്കേഷനൊക്കെ പോകുമ്പോഴോ ഒക്കെ വെയർ ചെയ്യാൻ പറ്റുന്നതും, പിന്നെ അല്ലാണ്ട് ഞാനിപ്പോൾ ഇപ്പോഴത്തെ ഈ ചൂടിന് ഗോഡൌണിലൊക്കെ പോകുമ്പോഴും ഇങ്ങനെയുള്ള ഒരു ഡ്രസ്സാണ് എടുത്തിരുന്നത്. അത് ഭയങ്കര കംഫിയാണ്, ഭയങ്കര സ്റ്റൈലിഷ് ആണ്. ഇമ്പോർട്ടൻറ്റ് റയോൺ ആണ് ഇതിനു വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. പ്രൈസ് വരുന്നത് 1500. റെഡി ഫോർ ഡെസ്പാച്ച് ആണ്. 1 വീക്ക് കഴിഞ്ഞേ നിങ്ങളുടെ കയ്യിലേക്ക് ഇത് കിട്ടത്തുള്ളൂ. കാരണം ഇതിന്റെ ബട്ടൺ അടിയും സംഭവങ്ങളൊക്കെ നടന്നിട്ടിരിക്കുകയാണ്. 1 വീക്ക് കഴിഞ്ഞേ കിട്ടത്തുള്ളൂ. റെഡി ഫോർ ഡെസ്പാച്ച് 1200. ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് കളർ വരുന്നത് വൈറ്റ് വിത്ത് ഗ്രീൻ കളർ പ്രിന്റ് ആണ്. നേരത്തെ ഞാൻ വൈറ്റ് വിത്ത് ബ്ലൂ ആയിരുന്നു. ഭയങ്കര കംഫി ആയിട്ടുള്ള ഒരു സമ്മർ സ്പെഷ്യൽ എന്ന് തന്നെ പറയാം. ഇതുപോലെ ചെറുതായിട്ട് ഒരു ഷർട്ട് കോളർ കൊടുത്ത് സെന്റർ പ്ലാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. 1 വീക്കിന് ശേഷമായിരിക്കും ഡെസ്പാച്ചിങ് തുടങ്ങുന്നത്. ഇമ്പോർട്ടന്റ് റയോൺ ആണ്. നല്ലൊരു ഇൻഡോ വെസ്റ്റേൺ അറ്റയർ ആണ്. 1200. ഉറപ്പായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. തേർഡ് കളർ വരുന്നത് വൈറ്റില് ബ്ലാക്ക് കളർ പ്രിന്റ് ആണ്. പിന്നെ ഇത് വാഷബിൾ ആണ്. നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. ഷ്രിങ്കേജ് ഒന്നും ഉണ്ടാകത്തില്ല. ഒരു കംപ്ലൈന്റ് വരത്തില്ല. ഇവിടെ ഇൻ ഹൗസ് ആണ്. ഉറപ്പായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.